വെൽക്കം ടു എജുഗ്ലോ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നീറ്റ് എഴുതിയിട്ട് ഗവൺമെൻറ് MBBS കിട്ടിയിട്ടില്ല. പക്ഷേ ഇനി എന്ത് ചെയ്യണം? BDS എടുക്കണോ, അല്ലെങ്കിൽ ഒരു ഇയറും കൂടി റിപ്പീറ്റ് ചെയ്യണോ, ഒരു ഇയറും കൂടി പ്രിപ്പയർ ചെയ്യണോ, അങ്ങനെ കുറേ ഡൗട്ട്സ് ഉള്ളവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളൊരു ഫുള്ളായിട്ട് ഒരു ഹോണസ്റ്റായിട്ടൊരു റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഡൗട്ട് ഇപ്പോൾ ഒരുപാട് പാരൻസിനും ഉണ്ട്, സ്റ്റുഡൻസിനൊക്കെ ഉള്ളൊരു ഡൗട്ടാണ്. അപ്പോൾ ഗവൺമെൻറ് MBBS കിട്ടാത്തത് കൊണ്ട് മാത്രം BDS എടുക്കണോ, അതോ BDS നല്ലൊരു കരിയർ ഓപ്ഷൻ ആണോ, BDSലൊരു ഫ്യൂച്ചർ ഉണ്ടോ? ഇന്നത്തെ വീഡിയോയിൽ ഞാൻ MBBSും BDSും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ആരാണ് BDS കൺസിഡർ ചെയ്യേണ്ടത്, ആരാണ് വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട് നീറ്റ് റിപ്പീറ്റ് ചെയ്യേണ്ടത്, അതൊക്കെയാണ് പറയാൻ പോകണം. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു തീർന്നാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും MBBS കിട്ടിയില്ല BDS എടുക്കണോ അതോ റിപ്പീറ്റ് ചെയ്യണോ, അങ്ങനെ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും. അതാണ് ഫസ്റ്റ് കാര്യം. ഇനി രണ്ടാമത് പറയുകയാണെങ്കിൽ ആദ്യം ഒരു കാര്യം നിങ്ങൾ അറിയേണ്ടതെന്ന് വെച്ചാൽ BDS എന്താണെന്ന് അറിയണം. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, BDS ഒരു ചെറിയ കോഴ്സല്ല. എല്ലാവരുടെ ഇതിലെന്താ വെച്ചാൽ നീറ്റ് എഴുതി MBBS കിട്ടിയില്ല അങ്ങനെ എടുക്കുന്ന ഒരു കോഴ്സാണ് BDS. ഒരിക്കലുമില്ല. MBBSൻ്റെ അതേ വാല്യൂ ഉള്ളൊരു കോഴ്സ് തന്നെയാണ് BDSും. BDS നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബാച്ചിലർ ഓഫ് ഡെൻ്റൽ സർജറി ആണ്. ഇത് ഡെൻ്റൽ ഫീൽഡിലുള്ള പ്രൊഫഷണലാണ്. അപ്പോൾ നമ്മുടെ മെഡിക്കൽ പോലെ തന്നെ മെഡിക്കലിലുള്ള ഡെൻ്റൽ ഫീൽഡ് പ്രൊഫഷണലാണ്. ഇപ്പോൾ MBBS കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഡോക്ടറായിട്ട് മെഡിസിന്, ബാക്കി സർജറി, അങ്ങനത്തെ പ്രൊസീജിയേഴ്സാണ്. പക്ഷേ BDS കഴിഞ്ഞാൽ എന്താ, ഡെൻറ്റിസ്ട്രിയാണ്, ടീത്തിനായിട്ട് ബന്ധപ്പെട്ടേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ BDSന് എന്ത് ചെയ്യരുത്, MBBS കിട്ടിയില്ലെങ്കിൽ മാത്രം എടുക്കുന്ന ഒരു കോഴ്സായിട്ട് കാണരുത്. ഓക്കെ, BDSും MBBSും തമ്മിൽ നിങ്ങൾ MBBS ആയിട്ട് മെഡിസിനും ബാക്കി സർജറി കാര്യങ്ങളൊക്കെ ആകുമ്പോൾ BDS ആയിട്ട് നിങ്ങൾ ഡയറക്റ്റ് ഡെൻറ്റിസ്ട്രിയിലേക്ക് കടക്കണം. അപ്പോൾ എല്ലാവരും ഈ ഒരു കോഴ്സിന് MBBS കിട്ടാത്തത് കൊണ്ട് എടുക്കുന്ന ഒരു കോഴ്സാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും മാറ്റണം. കാരണം MBBSൻ്റെ അതേ വാല്യൂള്ള കോഴ്സ് തന്നെയാണ് BDSും. ഇനി MBBS വേഴ്സസ് BDSൻ്റെ ഒരു ബേസിക് ഡിഫറൻസ് ആണ് പറയാൻ പോണത്. ഇപ്പോൾ MBBSൽ പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഹോൾ ബോഡി, നിങ്ങളുടെ ഇപ്പോൾ ഒരു MBBS പഠിക്കുന്ന ഒരു കുട്ടിക്ക് അറിയാം നിങ്ങളൊരു മനുഷ്യ ശരീരത്തിൻ്റെ ഫുൾ ബോഡിയെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷേ BDSൽ പഠിക്കണില്ല എന്നാൽ BDSൽ അതും പഠിക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് എവിടേക്കാണ്, ടീത്ത്, ഗംസ്, ഓറൽ, നമ്മുടെ മൗത്ത് റിലേറ്റഡ് ക്യാവിറ്റി, ഓറൽ ഡിസീസസുകൾ, ബാക്കി ഡെൻ്റൽ പ്രൊസീജിയേഴ്സ്, റൂട്ട് കനാൽ, അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് എന്നിവയിലാണ്. അപ്പോൾ വെച്ച് BDS ഒരു ഹോൾ ബോഡി പഠിക്കണില്ല എന്നല്ല, BDS ഒരു ഹോൾ ബോഡിയും പഠിക്കുന്നുണ്ട്. പക്ഷേ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ പാർട്സിലേക്കാണ്. ഓക്കെ, അതായത് രണ്ട് ഹെൽത്ത് കെയർ പ്രൊഫഷൻസ് ആണ്, കരിയർ പാത്ത് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡെൻറ്റിസ്ട്രി ജനുവലായിട്ട് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു കോഴ്സാണ്. ഡെൻറ്റിസ്ട്രീനോട് താല്പര്യമില്ലാത്ത ഒരാൾ BDS എടുത്തിട്ട് കാര്യമില്ല. ഓക്കെ, ഞാനത് നാലാമത് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്, നിങ്ങൾക്ക് BDS ഇഷ്ടമാണോ എന്ന്. അത് നിങ്ങളെല്ലാവരും നിങ്ങളോട് തന്നെ സ്വയം ചോദിക്കുക. അല്ലാതെ MBBS കിട്ടാത്തതുകൊണ്ട് BDS എടുക്കുക എന്നുള്ളൊരു ഇത് വരരുത്. അപ്പോൾ ഇവിടെ കുറച്ച് പോസ് ചെയ്ത് നിങ്ങളൊന്ന് ആലോചിക്കുക. ഓക്കെ, BDS ഇഷ്ടമാണോ, ഗവൺമെൻറ് MBBS കിട്ടിയില്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് BDS എടുക്കണേ, അങ്ങനെ ഒരു റീസൺ മാത്രം അവരിപ്പോൾ നിങ്ങളോട് BDS എടുത്തിട്ട് ഏതിലൊരാൾ ചോദിക്കുകയാണ് എന്തുകൊണ്ട് BDS ചൂസ് ചെയ്ത് ചോദിച്ചാൽ നിങ്ങൾ അവരോട് പറയേണ്ട റിപ്ലൈ നിങ്ങൾക്ക് BDSനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. മിക്ക ആൾക്കാരോടും ഞാൻ കേട്ടിട്ടുള്ളത് എങ്ങനെ വെച്ചാൽ MBBS കിട്ടിയില്ല, ഞാൻ ട്രൈ ചെയ്ത് രണ്ടേ റിപ്പീറ്റ് ചെയ്ത് MBBS കിട്ടിയില്ല, അപ്പോൾ ഞാൻ പിന്നെ BDS എടുത്ത്, അങ്ങനെ ഒരു ചിന്താഗതി ആവരുത്. BDS ഒട്ടും മോശമായിട്ട് ഒരു കോഴ്സല്ല. ഓക്കെ, കാരണം BDSലും നിങ്ങളെന്താ കുറേ ഈ MBBSൻ്റെ അതേ ഇയേഴ്സ് നിങ്ങൾ BDSലും പഠിക്കാണ്ട്, ക്ലിനിക്കൽ വർക്ക്സ് ഉണ്ട്, ബാക്കി പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ അതൊക്കെ ഒരു ഇൻട്രസ്റ്റോടെ എന്താ പറയുക, നിങ്ങൾ ആ ഒരു കോഴ്സിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ഡെൻറ്റിസ്ട്രിയിൽ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ ആ കോഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്താ പറയുക, എങ്ങനെയെങ്കിലും അത് തീർത്താൽ മതി എന്നുള്ളൊരു ഇതേ ഉണ്ടാവുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു കോഴ്സിനോട് ഇഷ്ടമാകുമ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിൽ ബാക്കി ക്ലിനിക്കൽ വർക്കും പേഷ്യൻസിനോടുള്ള ഇൻട്രാക്ഷൻസൊക്കെ ഭയങ്കര രസത്തിൽ പോകും. ഓക്കെ, അതുകൊണ്ട് ആദ്യം നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിക്കുന്നത്, ഡെൻ്റൽ ഫീൽഡിൽ ഒരു കരിയർ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, ഒരു ഡെൻറ്റിസ്റ്റായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു BDSൽ ഡെൻ്റൽ ഡോക്ടറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങളോട് തന്നെ ചോദിക്കുക. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ഉത്തരം യെസ് ആണെങ്കിൽ എന്ത് ചെയ്യുക, BDS നിങ്ങൾക്ക് സീരിയസ്ലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഓക്കെ, ഇനി അഞ്ചാമത് പറയുകയാണെങ്കിൽ ഗവൺമെൻറ് BDS ആണെങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ വരുന്നതാണ്, ഗവൺമെൻറ് MBBS കിട്ടിയില്ല, പ്രൈവറ്റ് MBBS ആണ്. അപ്പോൾ ഗവൺമെൻറ് BDS കിട്ടിയിട്ട് എന്തായാലും ഞാൻ ഈ 2 കൊല്ലം പഠിച്ചത് ഫീ ഇല്ലാതെ ഒരു ഗവൺമെൻറ് കോളേജിൽ പഠിക്കാനല്ലേ, അതുകൊണ്ട് ഗവൺമെൻറ് BDS കിട്ടിയാൽ അങ്ങനെ പഠിക്കാം. ഓക്കെ, നിങ്ങളുടെ ചോയ്സാണ്, ഞാൻ നിങ്ങളുടെ ചോയ്സിൽ ഇൻ്റർഫിയർ ചെയ്യല്ല. പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ 5.5 ഇയേഴ്സ് ആ കോഴ്സ് പഠിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ആ കോഴ്സിനോട് ഇൻട്രസ്റ്റോടെ ആവണം. ഇത് ഫീ കുറഞ്ഞ് കിട്ടി നമുക്ക് ഗവൺമെൻറ് കിട്ടിയാൽ ആ ഒരു ഇൻട്രസ്റ്റിൽ പോണ കുറേ ആൾക്കാരുണ്ട്. അവരോട് പറയാനുള്ളതാണ്, നിങ്ങൾക്ക് ആ കോഴ്സിനോട് ഒരു കുറച്ചെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് കിടക്കുക, ബാക്കി കാര്യങ്ങളും നിങ്ങൾ എങ്ങനെയും പഠിച്ചു വരും. പക്ഷേ ആ കോഴ്സിനോട് താല്പര്യമില്ലാത്ത ഒരാൾ ഗവൺമെൻറ് ആണെന്നുള്ളൊരു കാരണത്തോട് മാത്രം പഠിക്കുമ്പോൾ എന്താ പറയുക, ആ ഒരു കോഴ്സിൽ നിങ്ങൾ സക്സസ് ആവില്ല. ഓക്കെ,
അപ്പോൾ ഗവൺമെൻറ് ബി ഡി എസ് സീറ്റ് കിട്ടണമെങ്കിൽ കുറച്ച് ഡിഫറെൻറ്റാണ്. കാരണം ഗവൺമെൻറ് കോളേജ് ആയതിനാൽ എന്ത് ചെയ്യും, പ്രൈവറ്റിനെക്കാട്ടി എന്താണ് ഫീസ് കുറവാണ്. പക്ഷേ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഉണ്ട്, ഗവൺമെൻറ് ബി ഡി എസ് കിട്ടണമെന്നുകൊണ്ട് മാത്രം നിങ്ങൾ എന്ത് എടുക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഗവൺമെൻറ്റിൽ കിട്ടിയല്ലോ അതുകൊണ്ട് ഞാൻ ബി ഡി എസ് എടുക്കുക അങ്ങനെ ഒരു ഇത് വരരുത്. കാരണം ഗവൺമെൻറ് ബി ഡി എസിലായാലും ഫീസ് നിങ്ങൾക്കറിയാം കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയുടെ ഫിനാൻഷ്യൽ ബേർഡൻ കുറക്കാൻ വേണ്ടിയിട്ടാവും നിങ്ങൾ നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ ചൂസ് ചെയ്തവരുണ്ടാവുക. അങ്ങനെ ചൂസ് ചെയ്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് എടുക്കുക, കാരണം കുഴപ്പമില്ല, അവരെങ്ങനെയൊരു ഗവൺമെൻറ് സീറ്റാണ്. അപ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കുന്ന ഒരു കുട്ടിക്ക് ഏത് കോഴ്സ് എടുത്താലും പ്രശ്നമില്ല. ആ കുട്ടി റിപ്പീറ്റ് ചെയ്യുമ്പോൾ തന്നെ തീരുമാനിച്ചത് എന്താ വെച്ചാൽ എന്താണ്, എനിക്ക് ഗവൺമെൻറ്റിൽ ഒരു സീറ്റ് കിട്ടിയാൽ മതി, അത്രേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് കോഴ്സ് പ്രശ്നമില്ല, ഗവൺമെൻറ് സീറ്റ് ആയാൽ മതി എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, ഗവൺമെൻറ് ബി ഡി എസ് എടുക്കുക. ഓക്കെ. ഇനി അതല്ല, ബി ഡി എസിനോട് താല്പര്യമില്ലാത്തൊരു കുട്ടി ഗവൺമെൻറ്റിൽ കിട്ടിയതുകൊണ്ട് മാത്രം ചേരരുത്. കാരണം അത് കാരണം നമ്മൾ ആ ഒരു 5.5 ഇയേഴ്സ് ഡ്യൂറേഷൻ പഠിച്ചിറങ്ങേണ്ടതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. ഓക്കെ. ഇനി അത് പ്രൈവറ്റ് ബി ഡി എസ് ആണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ പാരൻസ് വളരെ കെയർഫുള്ളായിട്ട് ചിന്തിക്കേണ്ടതാണ്. പ്രൈവറ്റ് ബി ഡി എസിൽ നിങ്ങൾക്കറിയാം, പ്രൈവറ്റ് എം ബി ബി എസിൻ്റെ അത്ര നമുക്ക് എന്ത് വരുന്നില്ല, എക്സ്പെൻസ് വരുന്നില്ല. എന്നാലും പ്രൈവറ്റ് ബി ഡി എസിൽ കുഴപ്പമില്ലാതെ ഫീയും ഒക്കെ വരുന്നുണ്ട്. ട്യൂഷൻ ഫീ, ബാക്കി ഹോസ്റ്റൽ, നിങ്ങളുടെ ട്യൂഷൻ ഫീ മാത്രമല്ല അതിന് പുറമെ നമ്മൾ ഇതുവരെ എല്ലാ ബി ഡി എസിലും പിന്നെ പറഞ്ഞൊരു കാര്യമാണ് ഹോസ്റ്റൽ, ഫുഡ്, ബാക്കി എക്സാം റിലേറ്റഡ് എക്സ്പെൻസ്, ഓരോ എക്സാമിന് ഓരോ ഫീ ഉണ്ട്. അങ്ങനെ കുറേ ഫീ ഉണ്ട്. അപ്പോൾ ഈ കോഴ്സ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫാമിലിക്ക് ഈ ഫിനാൻഷ്യൽ എന്താ പറയുക, ഈ ഒരു ഫീ ഒക്കെ എന്താ പറയുക അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ മാത്രം, ആ ഫീ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഫാമിലിക്ക് മാത്രം എന്ത് ചെയ്യുക, അത് ചൂസ് ചെയ്യുക, കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ എടുക്കാൻ പറ്റാത്തൊരു ഫാമിലി ആകുമ്പോൾ അത് അവർക്കൊരു ഫിനാൻഷ്യൽ ബേർഡനായിട്ട് മാറും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ബി ഡി എസ് എടുക്കുകയാണെങ്കിൽ തന്നെ ബി ഡി എസിൽ ഗവൺമെൻറ്, ഇപ്പോൾ ബി ഡി എസ് ഇഷ്ടമൊരു കുട്ടിയാണെങ്കിൽ ഗവൺമെൻറ് പ്രൈവറ്റിന് 2 ഭാഗമുണ്ട്, രണ്ടിലേതെങ്കിലും ചൂസ് ചെയ്യുക. ഗവൺമെൻറ് കിട്ടുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ ഗവൺമെൻറ് ആണ് ഫസ്റ്റ് പ്രയോറിറ്റി. കാരണം കുട്ടിക്ക് ബി ഡി എസിനോട് ഇഷ്ടമുള്ള കുട്ടിയാണ് ഗവൺമെൻറ് ചേരാം. ഗവൺമെൻറ് കിട്ടുന്നില്ല പ്രൈവറ്റ് ആണ്, നിങ്ങൾ ഫസ്റ്റ് ചിന്തിക്കേണ്ടത് വെച്ചാൽ ഫിനാൻഷ്യൽ കാര്യമാണ്. ബിക്കോസ് അത് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്ക് ഫിനാൻഷ്യൽ ബേർഡൻ വരാതിരിക്കാൻ നോക്കുക. ഓക്കെ. അത് വിചാരിച്ച് എന്താ പറയുക, കുറേ പാരൻസ് അവരുടെ മക്കളെ ഡോക്ടറിനാക്കി കാണാണ്ട് അവരോടൊന്നും ഞാൻ ഒന്നും പറയില്ല, ബിക്കോസ് അത് അവരുടെ ഡ്രീമാണ്. അപ്പം അങ്ങനെയല്ലേ ഒരു പഠിക്കുക, പക്ഷേ ഫാമിലിക്ക് ഒരു ഫിനാൻഷ്യൽ ബേർഡൻ വരാതെ നമ്മൾ പരമാവധി നോക്കാൻ ശ്രമിക്കുക. ഓക്കെ. ഇനി അടുത്ത 7ാമത് പറയുകയാണെങ്കിൽ ബി ഡി എസ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു. ഇപ്പോൾ ബി ഡി എസ് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ്, എല്ലാവരുടെയും ഡൗട്ട് ഇതാണ്. ബി ഡി എസ് ഞാൻ 5.5 കൊല്ലം പഠിച്ച് പിന്നെ ഞാൻ എന്താ ചെയ്യുക. ബി ഡി എസിന് കുറേ ഓപ്ഷൻസ് ഉണ്ട്, ലൈക്ക് ക്ലിനിക്കൽ ഡെൻറ്റിസ്ട്രി ഒരു ക്ലിനിക്ക് ഇട്ടിട്ട് പ്രൈവറ്റായൊരു ഡെൻറ്റൽ ക്ലിനിക്ക്, ഡെൻറ്റൽ ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുക, ഗവൺമെൻറ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലുണ്ട്, ടീച്ചിങ് അല്ലെങ്കിൽ അക്കാഡമിക്സ് ആഫ്റ്റർ ഓരോ ഹയർ ക്വാളിഫിക്കേഷൻ ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കോളേജിൽ ടീച്ച് ചെയ്യാൻ പോവുക. ഇനി അതിൻ്റെ എം ഡി എസ് എടുക്കുക, ബി ഡി എസ് കഴിഞ്ഞാൽ എം ഡി എസ് എടുക്കുക. അങ്ങനെ കുറേ ഡിഫറെൻറ്റ് ഡെൻറ്റൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, റിസർച്ച്, ബാക്കി ഡെൻറ്റൽ റിലേറ്റഡ് കരിയറിലേക്കൊക്കെ നിങ്ങൾക്ക് ബി ഡി എസ് കഴിഞ്ഞാൽ പോവാം. ഓക്കെ. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ ഒരു കാര്യം ഓവർ പ്രോമിസ് ചെയ്യില്ല, എന്ത് ബി ഡി എസ് കഴിഞ്ഞാൽ ഉടനെ ഹൈ സാലറി കിട്ടുമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ കരിയർ ഗ്രോത്ത്, നിങ്ങളുടെ സ്കിൽസ്, ലൊക്കേഷൻ, എക്സ്പീരിയൻസ്, സ്പെഷ്യലൈസേഷൻ അതൊക്കെ നോക്കിയിട്ട് പല കാര്യങ്ങളും ആശ്രയിക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം ബി ഡി എസ് എന്നല്ല എം ബി ബി എസ് ആയാലും വേറെ ഏത് കോഴ്സായാലും നിങ്ങൾക്കറിയാം ഇറങ്ങിയ പാട് കഴിഞ്ഞ ഉടനെ ഹൈ സാലറി കിട്ടുന്നു. അതിപ്പോൾ പാസ് ഔട്ട് ആയ ഏതെങ്കിലും സ്റ്റുഡൻസോ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ കസിൻസോ ഉള്ളവർക്ക് അറിയാം അത്ര സാലറി കിട്ടില്ല. അത് അതിനനുസരിച്ച് നിങ്ങളുടെ സ്കിൽസ്, നിങ്ങളുടെ എക്സ്പീരിയൻസ്, ബാക്കി നിങ്ങളുടെ അടുത്തപ്പോൾ ബി ഡി എസ് കഴിഞ്ഞ് എം ഡി എസ് എടുത്ത ഒരാൾക്ക് വേറൊരു വാല്യൂ ആണ്. അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്തവർക്ക് അവരുടെ പ്രാക്ടീസ് അതിനനുസരിച്ച് സാലറി മാറും. അപ്പോൾ കഴിഞ്ഞ ഉടനെ ഹൈ സാലറി കിട്ടുന്നതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, പക്ഷേ അത് നല്ല കോഴ്സാണ്. ഓക്കെ. ഇനി അടുത്തത് 8ാമത് ബി ഡി എസ് കഴിഞ്ഞിട്ട് എം ഡി എസ് വേണമെന്ന്. ഓക്കെ. ബി ഡി എസ് ചൂസ് ചെയ്യേണ്ടവർ കണ്ടാൽ മതി, ഇല്ലെങ്കിൽ ഈ ഒരു 8ാമത്തെ പോയിന്റ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുക. കാരണം ബി ഡി എസ് കഴിഞ്ഞിട്ട് എം ഡി എസ് വേണമെന്നാണ് കുറേ ആൾക്കാരുടെ ഡൗട്ട്. നിങ്ങളുടെ ഇഷ്ടമാണ്, ബിക്കോസ് ബി ഡി എസ് കഴിഞ്ഞ് എം ഡി എസ് ചെയ്യുന്നത് ഒരു ഓപ്ഷനാണ്, അല്ലാതെ നിർബന്ധമല്ലേ എന്ത് ബി ഡി എസ് കഴിഞ്ഞാൽ അവിടെ എം ഡി എസ് എടുത്താലേ കാര്യമുള്ളൂ എന്നില്ല. പക്ഷേ എടുക്കുന്നത് നല്ലതാണ്, നിങ്ങളുടെ ഒരു ഓപ്ഷനാണ്. ഓക്കെ. നിങ്ങൾക്ക് വേറെ ഒരു ഇതിൽ സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എം ഡി എസ് ചൂസ് ചെയ്യുക. പക്ഷേ ബി ഡി എസ് എടുത്താൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണില്ല, എം ഡി എസ് ചൂസ് ചെയ്യണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ആ റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും, പക്ഷേ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റത്തെ ആ റിപ്പീറ്റ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നി ഓക്കെ ഇനി റിപ്പീറ്റ് ചെയ്താൽ എനിക്കൊരു ചാൻസും കൂടി ഉണ്ട് വിചാരിച്ച് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം, ബിക്കോസ് നിങ്ങൾക്ക് ഒരു ബെറ്റർ ഓപ്ഷൻ കാണുന്നുണ്ടാവും. അതേപോലെ ചിലപ്പോൾ ബി ഡി എസ് ഒക്കെ കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയറൊക്കെ നിങ്ങൾക്ക് തോന്നും ഓക്കെ എനിക്ക് എം ഡി എസും കൂടി എടുത്താൽ നല്ലതാവും. അങ്ങനെ ഒരു തോന്നലിലാണ് എല്ലാവരും എം ഡി എസ് എടുക്കുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് കറൻറ്റ്ലി റിപ്പീറ്റ് വെച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ റിപ്പീറ്റ് +2 കഴിയുമ്പോൾ ഒരു കുട്ടി എന്താ പറയുക, ഞാൻ 1 ഇയർ ട്രൈ ചെയ്യും, പിന്നെ ഞാൻ ട്രൈ ചെയ്യില്ല. പക്ഷേ അതെന്താ വെച്ചാൽ 1 ഇയർ ട്രൈ ചെയ്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തോന്നും ഓക്കെ സെക്കൻഡ് ഇയറിലാകുമ്പോൾ എനിക്ക് എന്തെങ്കിലും കിട്ടും, അതുകൊണ്ടൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം, ആ ഒരു ഇതിലാണ്. അപ്പോൾ അതേപോലെ നിങ്ങൾ ബി ഡി എസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ബെറ്റർ ഓപ്ഷന് വേണ്ടി ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, എം ഡി എസ് ചൂസ് ചെയ്യും. അല്ലാതെ എം ഡി എസ് ചൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, അത് നിങ്ങളുടെ കരിയർ ഗോളിനനുസരിച്ചിട്ട് മാറാം. ഓക്കെ. അടുത്ത 9ാമത് ബി ഡി എസ് എടുത്താൽ പിന്നീട് എം ബി ബി എസ് ചെയ്യാമെന്നോ. അത് കുറേ ആൾക്കാർക്കുള്ള ഡൗട്ടാണ്. ബി ഡി എസ് ഇപ്പോൾ ഒരു 4th ഇയർ എന്നൊക്കെ എനിക്ക് പെട്ടെന്ന് എം ബി ബി എസ്സിലേക്ക് ചാടാൻ പറ്റുമെന്ന്. ഇപ്പോൾ ബി ഡി എസ് കഴിഞ്ഞിട്ട് നേരെ എം ബി ബി എസ്സിലേക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല.
BDS ഫുള്ള് കംപ്ലീറ്റ് BDS എടുത്തിട്ട് പിന്നീട് MBBSലേക്ക് ഡയറക്റ്റായിട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം, എന്താണ് നിങ്ങൾ ഒന്നെങ്കിൽ നീറ്റ് എഴുതണം, അല്ലെങ്കിൽ ബാക്കി ഇങ്ങനെ ഓപ്ഷൻസ് വെച്ച് അങ്ങനെ നോക്കണം. അല്ലാതെ BDS ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് MBBSക്ക് ഡയറക്റ്റ് പോകാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. BDS കഴിഞ്ഞാൽ MDS അതിൻ്റെ ബാക്കി കാര്യങ്ങളാണ്. അല്ലാതെ BDS കഴിഞ്ഞാൽ MBBS എന്നൊരു ഓപ്ഷൻ ഇല്ല. MBBSന് വീണ്ടും നിങ്ങൾ ആദ്യം മുതൽ നീറ്റ് എഴുതിയെടുക്കുകയാണെങ്കിൽ നീറ്റ് എഴുതിയെടുക്കുക, എബ്രോഡ് നോക്കുകയാണെങ്കിൽ എബ്രോഡ്, അങ്ങനത്തെ ഓപ്ഷൻസ് നോക്കണം. ഓക്കെ, അതുകൊണ്ട് ഇപ്പോൾ BDS എടുക്കുക, ഇനി ഇത് കുറച്ച് കഴിഞ്ഞിട്ട് MBBS എടുക്കുക എന്നുള്ള തീരുമാനം വേണ്ട. BDS പഠിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നീറ്റ് എഴുതിയിട്ട് വീണ്ടും MBBSക്ക് പോകാം, അങ്ങനെ പോവാം. പക്ഷേ BDS കഴിഞ്ഞിട്ട് MBBSക്ക് ഡയറക്റ്റ് കിട്ടും, അങ്ങനെ ഒരു പാത്വേ ഇല്ല കേട്ടോ. ഓക്കെ, അടുത്ത 10ാമത് വീണ്ടും നീറ്റ് എഴുതുന്നത് എപ്പോൾ കൺസിഡർ ചെയ്യാനാണ്. ഇപ്പോൾ പ്രധാന ഒരു ഡിസിഷൻ ഇതാണ്. ഗവൺമെൻറ് MBBS കിട്ടിയിട്ടില്ലെങ്കിൽ BDS അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു ഇയർ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ റിപ്പീറ്റ് ചെയ്യാവുന്ന സിറ്റുവേഷൻ എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ജെന്യുവിൻലി എന്ന് വെച്ചാൽ MBBS തന്നെയാണ് ലക്ഷ്യം എന്ന് വെച്ചാൽ എന്താ ഇപ്പോൾ പറയുക, MBBS തന്നെ വേണം, അല്ലാതെ വേറൊരു ഓപ്ഷൻ നിങ്ങളുടെ മൈൻഡിലില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സ്കോർ അല്ലെങ്കിൽ റാങ്ക്, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അടുത്ത ഇയറിന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത അറ്റംപ്റ്റ് ഒരു സീരിയസ് ആയിട്ട് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്താൽ ഒരു അഡീഷണൽ ഇയർ മെൻ്റലി ആൻഡ് ഫിനാൻഷ്യലി മാനേജ് ചെയ്യാൻ കഴിയും. അടുത്ത ഇയറും നിങ്ങൾക്ക് ആ ഒരു ഫിനാൻഷ്യൽ, ഇപ്പോൾ സ്കോറൊക്കെ ഇല്ലാണെങ്കിൽ പല കോച്ചിങ് സെൻറ്ററിൽ ഫീ ഇല്ല, ഹോസ്റ്റൽ ഫീ ഇല്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഓക്കെയാണ്. MBBS തന്നെയാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീണ്ടും 1 ഇയർ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, പക്ഷേ ഈ ലക്ഷ്യം മാത്രമല്ല, കുറേ ആൾക്കാർ എനിക്കെന്നെ, ഞാനും ആ ഒരു കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ഞാൻ 2 ഇയർ റിപ്പീറ്റ് ചെയ്ത ആളാണ്. പക്ഷേ എൻ്റെ ഡ്രീം MBBS തന്നെയായിരുന്നു. പക്ഷേ 2 ഇയർ കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഫെഡപ്പായി. എന്താ പറയുക, നമുക്ക് മടുക്കാമെന്നറിയില്ലേ, അങ്ങനെ ഒരു ഇതായി. പക്ഷേ അങ്ങനെയൊന്നും ആവാതെ ആ ഒരു ഡ്രീമിനോട് അത്രയും എന്താ പറയുക, MBBS കിട്ടാമെന്നുള്ളൊരിതുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താ 1 ഇയർ ഒന്നും കൂടി പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത 11ാമത് പറയുകയാണെങ്കിൽ BDS തിരഞ്ഞെടുക്കേണ്ടവർ ആരൊക്കെ. അപ്പോൾ അതിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഡെൻറ്റിസ്ട്രിയിൽ, ഞാൻ ഓൾറെഡി പറഞ്ഞ് ഡെൻറ്റിസ്ട്രിയിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം BDS എടുത്താൽ മതി. 2ാമത് ഗവൺമെൻറ് BDS സീറ്റ് കിട്ടുന്നവരാണെങ്കിൽ എടുക്കുക. ഇനി 3ാമത് പ്രൈവറ്റ് BDSൻ്റെ ഫിനാൻഷ്യൽ ബേർഡൻ എന്ന് വെച്ചാൽ, പ്രൈവറ്റ് നിങ്ങൾക്കറിയാം MBBS പ്രൈവറ്റ് MBBSൻ്റെ അത്ര ഫീ ഇല്ലെങ്കിലും പ്രൈവറ്റ് BDSന് ഫീ ഉണ്ട്. പക്ഷേ അത്ര ഫിനാൻഷ്യൽ ബേർഡൻ, ആ ഒരു ഫിനാൻഷ്യൽ ബേർഡൻ ഫാമിലിക്ക് എന്താണ് കംഫർട്ടബിൾ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഓക്കെയാണ്. 4ാമത് ഡെൻ്റൽ കരിയറിനെ റെസ്പെക്റ്റ് ചെയ്യണവർ, ആ ഒരു എന്താ പറയുക, നിങ്ങൾ കരിയറിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കരിയറിനോട് ഒരു ഇഷ്ടം വേണം, ആ ഇഷ്ടമുള്ളവർ മാത്രം അതിലേക്ക് പോയാൽ മതി. 5ാമത് MBBS മാത്രം എന്ന ഫിക്സേഷൻ ഇല്ലാത്തവർ. ഇതെന്താ വെച്ചാൽ MBBS മാത്രം എന്നൊരു ഡ്രീം ഇല്ല, ഒരു BDSലേക്ക് കടന്നാൽ അവർക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് തന്നെ ആരെങ്കിലും, നിങ്ങളുടെ കസിൻസിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. BDS MBBS എന്നൊരു ഇഷ്ടത്തിൽ നിന്ന് BDSലേക്ക് കടന്ന ഒരാൾക്ക് BDS കംപ്ലീറ്റ് ചെയ്യൽ കുറച്ച് റിസ്ക് ആയിട്ടുള്ള ഏർപ്പാടാണ്. ഓക്കെ, അതുകൊണ്ട് MBBS മാത്രം എന്നുള്ളൊരു ഡ്രീമില്ലൊരു പരമാവധി BDS എന്ത് ചെയ്ത് കൺസിഡർ ചെയ്ത്. ഓക്കെ, അത് 12 പറയുകയാണെങ്കിൽ ആരാണ് BDS അവോയ്ഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ ചില സിറ്റുവേഷൻസിൽ BDS എടുക്കുമ്പോൾ റീതിങ്ക് ചെയ്യണം. അതെന്താ വെച്ചാൽ ഡെൻറ്റിസ്ട്രി ഒട്ടും ഇഷ്ടമല്ല. ഓക്കെ, MBBS കിട്ടിയില്ല, അതുകൊണ്ട് എന്തെങ്കിലും ഒരു മെഡിക്കൽ കോഴ്സ് എടുക്കണ്ടേ, അപ്പോൾ എനിക്ക് എന്ത് കിട്ടിയിരിക്കണ്, ഗവൺമെൻറ് BDS കിട്ടിയിരിക്കണം, അതുകൊണ്ട് എടുക്കുക. അങ്ങനത്തെ ഒരു ഒരിക്കലും BDS എടുക്കരുത്. അടുത്ത് പ്രൈവറ്റ് BDS ഫാമിലിക്ക് എന്താകാൻ പറ്റില്ല, ഫിനാൻഷ്യൽ ബേർഡൻ ആണെങ്കിൽ അവർ പരമാവധി എന്താ പറയുക BDS എടുക്കാതിരിക്കാൻ നോക്കുക, ഫാമിലിക്ക് അത്രയും ഫിനാൻഷ്യൽ ബേർഡൻ വരുത്തണ്ട വിചാരിച്ചിട്ട്. ഓക്കെ, ഇനി ഒരു ഇയർ കൂടി സീരിയസ് പ്രിപ്പറേഷൻ ചെയ്യാൻ റിയലിസ്റ്റിക് ചാൻസ് ഉണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ഇയറിൻ്റെ സ്കോർ റാങ്ക് അതൊക്കെ നോക്കിയിട്ട് അടുത്ത ഇയർ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത ഇയർ ഈ ഇയറിൻ്റെ സ്കോർ നോക്കണമെന്നില്ല, അടുത്ത ഇയർ നിങ്ങൾ ഇത്രയും കൂടി എന്താ പറയുക ഫുൾ സെറ്റായി, ഇത്രയും കൂടി ഞാൻ പഠിക്കും, അങ്ങനെ ഇതാക്കും, ഇത്രയും കൂടി സീരിയസ് ആയിട്ട് നോക്കും, അങ്ങനെ എല്ലാവർക്കും വീണ്ടും എന്താ BDS എടുത്ത് പോകണമെന്നില്ല. 1 ഇയർ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യുക. ഇനി പിന്നെ പറയാനാണെങ്കിൽ ഫ്യൂച്ചറിൽ BDS കരിയർ അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സില്ലെങ്കിൽ, കാരണം നിങ്ങൾക്ക് ഇത് പഠിച്ചിറങ്ങിയത് നിങ്ങൾക്ക് അതിന് വർക്കിന് പോകേണ്ട ഒരാളാണ്, വെറുതെ പഠിച്ചിരുന്നിട്ട് നമുക്ക് കാര്യമില്ല. അപ്പോൾ BDS കിട്ടിയിട്ട് നിങ്ങൾ ബാക്കി ആ ഡെൻറ്റിസ്റ്റിൻ്റെ വർക്ക് ചെയ്യാൻ ഒരിക്കലും ഫ്യൂച്ചറിൽ BDSൻ്റെ കരിയർ അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ കോഴ്സ് എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസിൽ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, പാരൻസിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനോടോ ഫാക്കൽറ്റീസിനോടോ ആരുടെയൊക്കെ കറക്റ്റ് സംസാരിച്ചിട്ട് ഫാമിലിയുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അടുത്തത് 13ാമത് പറയുകയാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് മിസ്കൺസെപ്ഷനാണ്, കുറേ ആൾക്കാർക്ക് തെറ്റിദ്ധാരണയാണ് എന്ത്, MBBS ആണ് BDSനെക്കാട്ടിയും വലുതെന്ന്. അങ്ങനെ ഒരു കാര്യമില്ല. അതിപ്പോൾ അങ്ങനെ ഒരു കാര്യം വരാൻ തന്നെ കാരണം നമ്മുടെ നീറ്റിൻ്റെ റാങ്കിങ് സിസ്റ്റം കൊണ്ടാണ്. ബിക്കോസ് കൂടുതൽ സ്കോറിലവർക്ക് MBBSൽ കിട്ടുന്നത് പിന്നെ BDS ആയതുകൊണ്ടാണ്. പക്ഷേ എല്ലാതും ഡിഫറെൻറ്റ് പ്രൊഫഷൻസാണ്. അപ്പോൾ ഓരോ സ്റ്റുഡൻസിന് ഓരോന്നിലാവും എന്ത് എന്താ പറയുക താല്പര്യം. അതുകൊണ്ട് MBBS വലുത് അല്ലെങ്കിൽ BDS വലുത്, അങ്ങനൊരു എന്താ പറയുക കറക്റ്റ് അങ്ങനെ ഒരു മിസ്കൺസെപ്ഷൻ ആരുടെ ഉള്ളിലും വേണ്ട. ഒരു സ്റ്റുഡൻറ്റിന് MBBS സ്യൂട്ടബിൾ ആയിരിക്കാം, വേറെ കുട്ടിക്ക് എന്താവും BDS ആവും. അതുകൊണ്ട് മറ്റുള്ളവർ എന്ത് പറയുന്നത് നോക്കണ്ട. അപ്പോൾ വിചാരിക്കുകയാണോ ഞാൻ BDS എടുത്താൽ പിന്നെ അവർ വിചാരിക്കില്ല എനിക്ക് MBBS ഇഷ്ടമല്ലാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ MBBS അല്ലേ വലിയ കോഴ്സ്, അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട. 2 കോഴ്സും ഡിഫറെൻറ്റ് പ്രൊഫഷനാണ്, ഓരോന്നിനും ഓരോന്നിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട്. ഓക്കെ, അല്ലാതെ എന്താ പറയുക MBBS ആണ് BDSനായിട്ട് വലുത് എന്നൊരു മിസ്കൺസെപ്ഷൻ ആരും വെക്കരുത്. അത് 14ാമതൊരു ഡിസിഷൻ ഫോർമുല പറയുകയാണെങ്കിൽ BDS എടുക്കണോ എന്താ പറയുക വേണ്ടെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ഈ 5 കാര്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. അപ്പോൾ ആദ്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ,
ഡെൻറ്റിസ്റ്റ് നിങ്ങൾക്ക് ജെന്യുയിൻലി ഇഷ്ടമാണോ? ഇത് നിങ്ങൾ ഹോണസ്റ്റ് ആയിട്ടൊന്ന് മനസ്സിൽ പറഞ്ഞു നോക്കുക. ഇഷ്ടമാണോ? അടുത്ത രണ്ടാമത് ഗവൺമെൻറ് ബി ഡി എസ് ആണോ പ്രൈവറ്റ് ബി ഡി എസ് ആണോ? അടുത്ത മൂന്നാമത് ഈ ടോട്ടൽ കോസ്റ്റ് ഫാമിലിക്ക് ഫിനാൻഷ്യൽ ബേർഡൻ അല്ലെങ്കിൽ ടോട്ടൽ കംഫർട്ടബിളി അഫോർഡ് ചെയ്യാൻ പറ്റുമോ? നാലാമത് പറയുന്നത് ബി ഡി എസ് കഴിഞ്ഞിട്ടുള്ള കരിയർ നീ എന്താ പറയുക ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? അഞ്ചാമത് MBBS ഈ വീണ്ടും നീറ്റ് എഴുതാൻ ഞാൻ മെൻ്റലി ആൻഡ് അക്കാഡമിക്കലി റെഡിയാണോ? അപ്പോൾ ഈ അഞ്ചിനെ ഒരു ഹോണസ്റ്റ് ആയിട്ടൊരു എന്താ പറയുക റിപ്ലൈ നിങ്ങൾ റെഡിയാക്കി വെക്കുക. എന്നിട്ട് ഫൈനൽ ഒരു ഡിസിഷൻ എടുക്കുക. എന്ത് MBBS കിട്ടിയില്ല അതുകൊണ്ട് BDS എടുക്കണോ അല്ലെങ്കിൽ ഒരു 1 ഇയർ വീണ്ടും റിപ്പീറ്റ് ചെയ്യണോ? അങ്ങനെ ഒരു ഫൈനൽ അഡ്വൈസ് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുക. ഇനി ഫൈനൽ അഡ്വൈസ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഗവൺമെൻറ് MBBS കിട്ടിയില്ലെങ്കിൽ BDS എടുക്കണം. എല്ലാവർക്കും ഒരേ ആൻസർ അല്ല. ബിക്കോസ് നിങ്ങൾക്ക് ഡെൻറ്റിസ്റ്റ് ഇഷ്ടമാണ്, നല്ല കോളേജ് അല്ലെങ്കിൽ സീറ്റ് ലഭിക്കണം, ഫീ മാനേജ് നിങ്ങൾക്ക് ഫീ എന്താ പറയുക കംഫർട്ടബിളി പേ ചെയ്യാൻ പറ്റും, ഡെൻറ്റൽ കരിയർ അക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ BDS ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യുക. പക്ഷേ ഡെൻറ്റിസ്റ്റ് ഇഷ്ടമല്ല, BDS ചെയ്യാൻ മനസ്സില്ല, MBBS ആണ് ഏക ലക്ഷ്യം, കൂടാതെ 1 ഇയർ സീരിയസ് പ്രിപ്പറേഷന് നിങ്ങൾ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക 1 ഇയർ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ നോക്കാം. പക്ഷേ ഒരു കാര്യം മാത്രം ഓർക്കണം, മറ്റുള്ളവർ പറയുന്നതുകൊണ്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യരുത് BDS എടുക്കരുത്, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതുകൊണ്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യരുത് റിപ്പീറ്റ് ചെയ്യരുത്. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടത്തിന്, ബിക്കോസ് നിങ്ങളുടെ കരിയറാണ്, നിങ്ങളായിട്ട് ചൂസ് ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് തന്നെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും കൗൺസിലിംഗ് അപ്ഡേറ്റ്സിന് വേണ്ട സ്റ്റുഡൻസിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ഈ 2026 MCG CE കൗൺസിലിങ്ങിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. ഓക്കെ, താങ്ക്